Hello students, welcome to Learn 24. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ഫിഫ്ത്ത് ചാപ്റ്ററായ ട്രിഗ്നോമെട്രി എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്? ട്രയാങ്കിളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പല കാറ്റഗറി ട്രയാങ്കിൾസ് ഉണ്ട്. അതിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ചില ട്രിഗ്നോമെട്രിക് റേഷ്യോസ്, അതിനെപ്പറ്റിയാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ആംഗിളുകൾ മാറുന്ന അനുസരിച്ച് ട്രയാങ്കിളിൻ്റെ സൈഡ്സിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ സൈഡുകളുടെ റേഷ്യോ വെച്ചിട്ട് എങ്ങനെ അതിനെ നമുക്ക് കണക്ട് ചെയ്യാം, അതൊക്കെയാണ് നമ്മൾ ട്രിഗ്നോമെട്രിക് റേഷ്യോസിൽ മെയിനായിട്ട് കാണുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു റിയൽ ലൈഫ് പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രിഗ്നോമെട്രിയുടെ ലെവലിലേക്ക് ആദ്യം മാറ്റിയെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഫിഗർ എന്തെങ്കിലും വരച്ച് അതിൽ നിന്ന് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് വരുന്ന ഒരു കൺസെപ്റ്റിലേക്ക് അതിനെ മാറ്റി എടുക്കണം. അതിനുശേഷം ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയാണ് മെയിനായിട്ട് ഈ പാഠത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കൺസെപ്റ്റ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് ആംഗിൾസ് ആൻഡ് സൈഡ്സ്. ഇപ്പോൾ ട്രിഗണോമെട്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ബേസിക്കലി ആംഗിൾസും സൈഡ്സും തമ്മിലുള്ള റിലേഷനാണ് ഈ പോർഷനിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ എന്താ തന്നിരിക്കുന്നത്? ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാഠത്തിലെ പ്രത്യേകത എല്ലാവരും റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾസ് ആയിരിക്കും. ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിൾസ് അല്ലെങ്കിൽ പൈതഗോറസ് തിയറം യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രയാങ്കിൾസിലാണ് മെയിനായിട്ട് നമ്മൾ ഈ കൺസെപ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്ന കേസിൽ നമുക്കറിയാം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. എന്താ പ്രത്യേകത? ഇവിടെ ഒരു 90 ഡിഗ്രി ആംഗിൾ തന്നിട്ടുണ്ട്. പിന്നെ വേറെ രണ്ട് സൈഡുകളുണ്ട്. ഏതൊക്കെ ആംഗിളുകൾ? ഇവിടെ 45 ഡിഗ്രി തന്നിരിക്കുന്നു, താഴെയും 45 ഡിഗ്രി തന്നിരിക്കുന്നു. അപ്പോൾ രണ്ട് ആംഗിളുകൾ സെയിം ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് എന്ത് ട്രയാങ്കിളാണ്? റൈറ്റ് ആംഗിൾ ആയതിനൊപ്പം തന്നെ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളും കൂടിയാണ്. കാരണം എന്താ? രണ്ട് ആംഗിളുകൾ ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക് ടൈപ്പ് ഓഫ് റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ. അപ്പോൾ അതിൽ ഒരു ഫസ്റ്റ് കേസ് ഇത് ഈ ആംഗിൾസ് എന്താണ്? 45, 45, 90. അതുകൊണ്ടാണ് ഇവിടെ തന്നിരിക്കുന്നത് ആംഗിൾസ് 45, 45, 90 എന്ന്. ഇനി ഇങ്ങനെയൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തരാണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ എന്തായിരിക്കും? റേഷ്യോ ഈസ് 1:1:√2. അപ്പോൾ ഈ റേഷ്യോ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യാം? ഈ റേഷ്യോ വരുന്നത് ഈ ആംഗിൾസിനെല്ലാം ഓപ്പോസിറ്റ് സൈഡുകളിലായിരിക്കും. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഓർഡർ 45, 45, 90 ആണ്. അപ്പം അതുകൊണ്ട് സൈഡുകളുടെ റേഷ്യോ ഇതേ ഓർഡറിൽ വരും, 1:1:√2. അപ്പോൾ ഫസ്റ്റ് 45 ആംഗിൾ കിടക്കുന്നത് ഇവിടെയാണ് അല്ലേ? അപ്പോൾ ഈ 45 ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ആണ് AB. അപ്പോൾ ABയുടെ റേഷ്യോ എന്തായിരിക്കും? ABയുടെ റേഷ്യോയുടെ 1 ആയിരിക്കും. ഇനി അടുത്ത 45 കിടക്കുന്നത് ഇവിടെ ആംഗിൾ B ആണ്. ആംഗിൾ Bക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നത് ഈ സൈഡാണ്, AC എന്നുള്ള സൈഡാണ്. അപ്പോൾ ACയുടെ റേഷ്യോ എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും ACയുടെ റേഷ്യോ. ഇനി തേർഡ് വരുന്നത് 90 ഡിഗ്രി. അതായത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിന് നമ്മൾ എന്താ പറയുക? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനാണ് നമ്മൾ ഹൈപ്പോട്ടിന്യൂസ് എന്ന് വിളിക്കുക. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസിൻ്റെ റേഷ്യോ √2 ആയിരിക്കും. അപ്പം നമ്മൾ ഈ റേഷ്യോ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം, എന്നാലാണ് പ്രോബ്ലംസിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ബേസിക് ടൈപ്പ് ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. നമുക്കറിയാം നമ്മുടെ ജോമെട്രി ബോക്സിൽ രണ്ട് ടൈപ്പ് സെറ്റ് സ്ക്വയേഴ്സ് ഉണ്ടാവും. അതിൽ ഒരു ഫോമാണ് ഇത് 45, 45, 90. അപ്പോൾ സ്റ്റാൻഡേർഡ് മെഷേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ റേഷ്യോയും സ്റ്റാൻഡേർഡ് ആയിരിക്കും 1:1:√2. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പിലേക്ക് പോവാം. ഇനി ജോമെട്രി ബോക്സിലെ സെക്കൻഡ് ടൈപ്പ് ഓഫ് സെറ്റ് സ്ക്വയർ എങ്ങനെയാണ്? 30, 60, 90 ഈ മൂന്ന് ആംഗിൾസ് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ നോക്കിയേ, 30 ആണ് ഇവിടുത്തെ ചെറിയ ആംഗിൾ. അപ്പോൾ ഓഫ് കോഴ്സ് അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡായിരിക്കും ഇതിലെ ഏറ്റവും ചെറിയ സൈഡ്. അതുപോലെ നെക്സ്റ്റ് ചെറിയ ആംഗിൾ, സെക്കൻഡ് ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. അപ്പോൾ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതായിരിക്കും നെക്സ്റ്റ് ലാർജസ്റ്റ് സൈഡ്. പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം തേർഡ് സൈഡ് എന്തായിട്ട് വരും? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്, അതായത് ഹൈപ്പോട്ടിന്യൂസ് വരും. അപ്പോൾ 30, 60, 90 വരാണെങ്കിൽ ആ സൈഡുകളുടെ ഓപ്പോസിറ്റ് സൈഡുകളുടെ റേഷ്യോ 1:√3:2. അപ്പോൾ ഈ രണ്ട് റേഷ്യോസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കേണ്ട കാര്യമാണ്. ഈ റേഷ്യോസ് ഉപയോഗിച്ചാണ് അൺനോൺ സൈഡുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഇത് വെച്ച് എങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. ഇൻ ദ പാരലോഗ്രാം ഗീവൺ ബിലോ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്സ്. അപ്പോൾ ചോദ്യത്തിൽ അവരൊരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ പാരലോഗ്രാമിൻ്റെ രണ്ട് സൈഡുകൾ, രണ്ട് അഡ്ജസൻറ്റ് സൈഡുകൾ, അടുത്തടുത്ത രണ്ട് സൈഡുകളാണ് തന്നിരിക്കുന്നത്, 4 സെൻറ്റിമീറ്റർ ആൻഡ് 2 സെൻറ്റിമീറ്റർ. ഇത് നമുക്കറിയാം പാരലോഗ്രാമിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പാരലോഗ്രാം എന്ന് പറയുമ്പോൾ തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡുകൾ പാരലലുമായിരിക്കും,
ഈക്വൽ ആയിരിക്കും. ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്ര തന്നെ വരും? 4 സെൻറ്റിമീറ്റർ തന്നെ വരും. ഈ രണ്ട് ലൈൻസും പാരലൽ ആയിരിക്കും. അതുപോലെ ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ റൈറ്റ് എൻഡിലുള്ള സൈഡും 2 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ഈ രണ്ട് സൈഡുകളും പാരലൽ ആയിരിക്കും. അതുപോലെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. അപ്പോൾ ഏരിയയുടെ ഫോർമുലയും നമുക്ക് അറിവുണ്ടാവണം. ഏരിയയുടെ ഫോർമുല എന്താ? ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ എന്താണ് ഹൈറ്റ്? പാരലോഗ്രാമിൻ്റെ കൺസെപ്റ്റ് എടുക്കുമ്പോൾ ഹൈറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് പാരലൽ സൈഡുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മളിതിൻ്റെ ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഹൈറ്റ് കണ്ടുപിടിക്കാതെ നമുക്കിതിൻ്റെ ഏരിയ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്താണ്? ഇതിൽ ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം ഏരിയയുടെ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? നമ്മൾ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ പെർപെൻഡിക്കുലർ ആകുമ്പോൾ നമുക്കറിയാമല്ലോ ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഈ ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് എന്ത് ട്രയാങ്കിളാണ്? ഒരു ആംഗിൾ 90 ഡിഗ്രി വന്നതുകൊണ്ട് ഈ ട്രയാങ്കിളിനെ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കാം. ഇനി ഒരു ആംഗിൾ അവരെ തന്നിട്ടുണ്ട് 45 ഡിഗ്രി. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിൾ വരുമ്പോൾ അതിൻ്റെ സം ഓഫ് ആംഗിൾസ് എത്രയായിരിക്കും? സം ഓഫ് ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ ഒരു ആംഗിൾ 45, അടുത്ത ആംഗിൾ 90. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ കൂടി ചേർക്കുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ 180 ഡിഗ്രി കിട്ടണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ആംഗിൾ എന്തായിരിക്കും? അടുത്ത ആംഗിളും 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ചെറിയ ട്രയാങ്കിൾ ADE കൺസിഡർ ചെയ്യുമ്പോൾ ഇത് 45, 45, 90 എന്ന റേഷ്യോ വരുന്ന ആംഗിൾ സെറ്റാണ്. അപ്പോൾ ഈ സൈഡുകളുടെ റേഷ്യോ എന്തായിരിക്കും? നമ്മൾ ആദ്യമേ കണ്ടു 45, 45, 90 ആണെങ്കിൽ സൈഡുകളുടെ റേഷ്യോ 1:1:√2 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് 45ന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ റേഷ്യോ 1, സെക്കൻഡ് 45ൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ റേഷ്യോ 1, തേർഡ് സൈഡിൻ്റെ അതായത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിൻ്റെ റേഷ്യോ √2. അപ്പോൾ റേഷ്യോകൾ നമുക്ക് കിട്ടി. ഇനി ഒരു സൈഡിൻ്റെ ലെങ്ത്തും അവർ തന്നിട്ടുണ്ട്. അതായത് √2 വരുന്ന സൈഡിൻ്റെ ആക്ച്വൽ ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നമ്മൾ ഈ റേഷ്യോകൾ ആദ്യം തന്നെ എടുത്ത് എഴുതാൻ പോവാണ്. എന്താ റേഷ്യോ? AE:ED:AD. AE താഴെ കിടക്കുന്ന സൈഡ്, അതുപോലെ DE അതായത് ഈ ഹൈറ്റ് ആയിട്ട് വരുന്ന സൈഡ്, പിന്നെ നമ്മുടെ ഹൈപ്പോട്ടിന്യൂസ് AD, 3 സൈഡുകളുടെ റേഷ്യോ എടുത്തു. നമുക്ക് അറിയുന്ന ആംഗിൾ സെറ്റ് ആയതുകൊണ്ട് അതിൻ്റെ റേഷ്യോ നമുക്കറിയാം 1:1:√2. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ DE എന്നുള്ള സൈഡാണ്. DE ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ DE വരുന്നത് ഇവിടെയാണ്. അപ്പോൾ DEക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ വരുന്നത് 1 ആണ്. ഇനി അതുപോലെ AD ഓൾറെഡി അവർ ചോദ്യം തന്നിട്ടുണ്ട്. AD 2 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ എന്താണ്? √2 ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം വെച്ച് നമ്മളത് റേഷ്യോ ഫോമിൽ എഴുതാണ്. എന്താ വരാ? ED/AD. EDയും ADയും ഇൻവോൾവ് ആയിട്ടുള്ള റേഷ്യോ എഴുതി. അപ്പോൾ EDയുടെ റേഷ്യോ വരുന്നത് 1 ആണ്, ADയുടെ റേഷ്യോ വരുന്നത് √2 ആണ്. അപ്പോൾ ED/AD = 1/√2. ഇനി നമുക്കറിയാം ADയുടെ വാല്യൂ എന്താണെന്ന് അറിയാം. ADയുടെ വാല്യൂ 2 സെൻറ്റിമീറ്റർ എന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ADയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ED = AD/√2. അപ്പോൾ 1/√2 എന്ത് ചെയ്യണം? ADനെ നേരെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ADയുടെ വാല്യൂ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി റൈറ്റിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്ത് കിട്ടി? 1/√2 × AD എന്ന് കിട്ടും. അപ്പോൾ ADയുടെ വാല്യൂ 2 ആണ്, ഓൾറെഡി നമുക്കറിയാം. ഈ 2ഉം √2ഉം തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി എന്താവും? ഇവിടെ √2 ഉണ്ടാവും. എങ്ങനെയാണ് √2 ആയത്? 2നെ നമുക്ക് √2 × √2 എന്ന് എഴുതാം. പിന്നെ താഴെ ഓൾറെഡി ഒരു √2 കിടപ്പുണ്ട്. ആ √2 താഴെ എഴുതാം. അപ്പോൾ ഒരു √2 വെച്ച് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഫൈനൽ ആൻസർ എന്തായി? √2 ആയി ഫൈനൽ ആൻസർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ED = √2 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഹൈറ്റ് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഏരിയ ഓഫ് പാരലോഗ്രാം നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഫോർമുല യൂസ് ചെയ്യുക. എന്താ ഫോർമുല? ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ബേസ് ഫിഗറിൽ ഓൾറെഡി അവർ തന്നിട്ടുള്ളതാണ്. ബേസിൻ്റെ വാല്യൂ 4 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 × ഹൈറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് √2. അപ്പോൾ 4 × √2. 4 × √2 എത്ര വരും? 4√2² സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തന്നിരിക്കുന്ന ഫിഗറിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്തെടുത്തു. അതിനുശേഷം അതിൻ്റെ ആംഗിൾസ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് 45, 45, 90 എന്ന് കിട്ടി. അപ്പോൾ ആംഗിൾസിൻ്റെ റേഷ്യോകൾ നമ്മൾ അവിടെ എടുത്തെഴുതി.
അതിനുശേഷം തന്നിരിക്കുന്ന സൈഡിൻ്റെ വാല്യൂവുമായി കമ്പയർ ചെയ്ത് നമ്മൾ ഹൈറ്റ്, അതായത് ED എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം പാരലോഗ്രാമിൻ്റെ ഏരിയയുടെ ഫോർമുല വെച്ച് നമ്മൾ ഫൈനലി ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ പ്രോബ്ലം? ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. പ്രാക്ടീസ് ക്വസ്റ്റ്യൻ 2. A rectangular board is to be cut along the diagonal and the pieces rearranged to form an equilateral triangle. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഈ റെക്റ്റാങ്കിളിനെ ഡയഗണൽ വൈസ് നമ്മൾ മുറിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ഇതിനൊന്ന് ഫ്ലിപ്പ് ചെയ്ത് ഇപ്പോഴത്തെ സൈഡിൽ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്തു. അതായത് ഒരു പാർട്ടിനെ അങ്ങനെ അത് വെച്ചു, അപ്പർ പാർട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് ഇപ്പോഴത്തെ സൈഡിൽ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഇത് എന്ത് ടൈപ്പ് ഫിഗറായി? ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് മാറി. ഇനി the sides of triangle must be 50 cm. അപ്പോൾ നമ്മളിതിങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ സൈഡുകൾ 50 cm വരണം. അപ്പോൾ 3 സൈഡും 50 ആകുമ്പോൾ ഇത് എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം 3 സൈഡ് ഈക്വൽ ആയതുകൊണ്ട് അത് ഈക്വലാറ്റർ ട്രയാങ്കിൾ ആയിരിക്കും. ഇനി വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് റെക്ടാങ്കിൾ? അപ്പോൾ ഈ ആദ്യം ഉണ്ടായിരുന്ന റെക്ടാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തുമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലെങ്ത്തും ബ്രെഡ്ത്തും ഈ ഫിഗറിൽ എവിടെയൊക്കെ വരാം? നമുക്കറിയാം ഈ താഴത്തെ ഈ സൈഡായിരിക്കും ലെങ്ത്ത്, ഇവിടം വരെയുള്ള പോർഷൻ ഇതായിരിക്കും ലെങ്ത് ആയിട്ട് വരാം. അതായത് ഈ എൻഡിൽ നിന്ന് മിഡ് പോയിന്റ് വരെയുള്ള ലെവൽ അതായിരിക്കും ലെങ്ത് ആയിട്ട് വരാം. അതുപോലെ ബ്രെഡ്ത്ത് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ഈ ഹൈറ്റ്, ഈ ഫോം ചെയ്തിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഹൈറ്റാണ് ബ്രെഡ്ത്ത് ആയിട്ട് വരാം. അപ്പോൾ ഈ രണ്ട് ലെങ്ത്തുകളും നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അതാണ് അവർ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 3 സൈഡും ഈക്വൽ എന്ന് അവർ തന്നിട്ടുണ്ട്. 3 സൈഡുകളും 50 cm ആണെന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളാണ്. ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എത്ര ഡിഗ്രി ആയിരിക്കും? ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കും. ഇനി ഇതിൻ്റെ തേർഡ് വെർട്ടിക്സിൽ നിന്ന്, A എന്ന വെർട്ടിക്സിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ താഴേക്ക് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ പെർപെൻഡിക്കുലർ എന്താണ്? AD ആണ് ഇവിടുത്തെ പെർപെൻഡിക്കുലർ. അപ്പോൾ പെർപെൻഡിക്കുലർ ആവുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിൾ സെറ്റ്, ഇപ്പം ഇതിൽ വലിയ ട്രയാങ്കിളിനകത്ത് നമ്മൾ 2 ചെറിയ ട്രയാങ്കിളുകളായിട്ട് തിരിച്ചു. കാരണം എന്താണ്? നമുക്ക് 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടെങ്കിലേ ട്രിഗണോമെട്രിക് റേഷ്യോസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈക്വലാറ്റർ ട്രയാങ്കിളിനെ 2 ഈക്വൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആയിട്ട് മാറ്റി. അപ്പോൾ അതിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി കിട്ടി, അടുത്ത ആംഗിൾ 60 ഡിഗ്രി കിട്ടി. അപ്പോൾ ഓഫ് കോഴ്സ് മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? മൂന്നാമത്തെ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. കാരണം സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി വരണം. അപ്പോൾ ഈ ആംഗിൾ സെറ്റ് നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് സെറ്റാണ്. എന്തൊക്കെയാണ്? 30, 60 ആൻഡ് 90. അപ്പോൾ 30, 60, 90യുടെ റേഷ്യോ എന്താണ്? 1:√3:2. അപ്പോൾ നമ്മളിനി റേഷ്യോ എഴുതാൻ പോവാണ്. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് BD. അപ്പോൾ ഫസ്റ്റ് എന്ത് റേഷ്യോ എഴുതി? BD ഈസ് 60ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് AD. അപ്പോൾ BD ഈസ് AD. അതുപോലെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് എന്താണ്? AB. AB എന്താണ്? ഇവിടെ എഴുതിയിരിക്കുന്നു AB എന്ന്. അപ്പോൾ സൈഡുകളുടെ റേഷ്യോ നമുക്ക് കിട്ടി BD ഈസ് AD ഈസ് AB. ഇനി സൈഡിൽ നമ്മൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ആയതുകൊണ്ട് റേഷ്യോ നമുക്ക് ബൈ ഹാർട്ട് അറിയാം. എന്താണ്? 1:√3:2. ഇനി നമ്മൾ നോക്കുകയാണ് ഇതിലേതെങ്കിലും സൈഡുകളുടെ വാല്യൂ ചോദ്യത്തിൽ തന്നിട്ടുണ്ടോ എന്ന്. അപ്പം നമുക്കറിയാം ഈ ട്രയാങ്കിളിൻ്റെ സൈഡ് 50 ആണെന്ന് അവർ ചോദ്യത്തിൽ വ്യക്തമായി തന്നിട്ടുണ്ട്. അപ്പോൾ AB എന്ന സൈഡിൻ്റെ ലെങ്ത് എത്രയാണ്? 50 ആണ് AB എന്ന സൈഡിൻ്റെ ലെങ്ത്. അപ്പോൾ ഇവിടെ നമുക്ക് AB ഉണ്ട്. ABയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 50 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളെ റേഷ്യോ എന്തായിട്ട് മാറി? BD ഈസ് AD ഈസ് 50 ഈക്വൽ ടു 1:√3:2 എന്ന് മാറി. ഇനി ഇതിൽ ഏതെങ്കിലും 2 ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. ആദ്യം ഇതൊക്കെ സോൾവ് ചെയ്യാം. ADയും 50യും 1ഉം √3യും 2ഉം എടുക്കാം. അവസാനത്തെ 2 റേഷ്യോസ് AD ഈസ് 50 ഈക്വൽ ടു √3:2. അപ്പോൾ നമുക്ക് എന്ത് വരും വാല്യൂ? AD/50 ഈക്വൽ ടു √3/2. റേഷ്യോ ഫോമിൽ നമ്മൾ ഫ്രാക്ഷൻ ഫോമിൽ എഴുതി. അപ്പോൾ AD/50 ഈക്വൽ ടു √3/2. ഇനി ഈ 50നെ നേരെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്തായി? AD ഈക്വൽ ടു 50 × √3/2. ഈ 50യും 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. 50/2 എത്ര വരും ആൻസർ? ആൻസർ 25 വരും. അപ്പോൾ ആൻസർ എന്തായി? 25√3 സെൻറ്റിമീറ്റർ. ഇനി അതുപോലെ അടുത്ത 2 റേഷ്യോസ്, അതായത് BDയും 50യും കൺസിഡർ ചെയ്യാം. അപ്പോൾ BD ഈസ് 50 ഈക്വൽ ടു റേഷ്യോ എന്ത് വരും? 1ഉം 2ഉം റേഷ്യോ വരും.
ഇതും ഫ്രാക്ഷൻ ഫോമിൽ എഴുതാം. അപ്പോൾ BD/50 ഈക്വൽ ടു എത്ര വന്നു? 1/2 വന്നു. ഇതിലും നമുക്ക് BD ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ BD ഇവിടെ നിർത്തിയിട്ട് 50 നേരെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ BD ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 2. 50 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? നമ്മുടെ ആൻസർ 25 സെൻറ്റിമീറ്റർ. അപ്പോൾ അൺനോൺ ആയിരുന്ന രണ്ട് ലെങ്ത്തുകളും, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും റെക്റ്റാങ്കിളിൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഒരെണ്ണം 25√3 ആണ്, അടുത്തത് 25 സെൻറ്റിമീറ്റർ ആണ്. ഇതാണ് നമ്മുടെ ഒറിജിനൽ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തുമായിട്ട് വരാം. അപ്പോൾ ലെങ്ത് ഓഫ് റെക്റ്റാങ്കിൾ ഈക്വൽ ടു 25√3 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് ഓഫ് റെക്റ്റാങ്കിൾ ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദ്യത്തിൽ അവർ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വാല്യൂസും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് ആൻസർ അവസാനിപ്പിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത കാറ്റഗറി അടുത്ത ടൈപ്പ് പ്രോബ്ലം ന്യൂ മെഷേഴ്സ് ഓഫ് ആംഗിൾസ്. ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ് ഇപ്പം സ്റ്റാൻഡേർഡ് സെറ്റ്സ് മാത്രമല്ല 30, 60, 90 അല്ലെങ്കിൽ 45, 45, 90 മാത്രമല്ല വേറെ ആംഗിൾസ് ചോദ്യത്തിൽ വരാണെങ്കിൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? അതിനുള്ള ഒരു മെത്തേഡാണ് സിമിലർ ട്രയാങ്കിളിൽ പഠിച്ച കൺസെപ്റ്റ്. സിമിലർ ട്രയാങ്കിൾ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? രണ്ട് ട്രയാങ്കിളുകളുടെ സെറ്റ് ഓഫ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് അവയെ സിമിലർ ട്രയാങ്കിൾസ് എന്ന് വിളിക്കാം. അപ്പോൾ സിമിലർ ട്രയാങ്കിളുകളുടെ സൈഡ്സ് എപ്പോഴും പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സ് എപ്പോഴും പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിരിക്കുകയാണ് ABC. അതുപോലെ വേറൊരു ട്രയാങ്കിൾ തന്നിരിക്കുകയാണ് PQR. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെയും ഒരു 30 ഡിഗ്രി ആംഗിൾ ഉണ്ട്, ഇവിടെയും ഒരു 30 ഡിഗ്രി ആംഗിൾ ഉണ്ട്. അപ്പോൾ ആ രണ്ട് ആംഗിളുകൾക്കും ഓപ്പോസിറ്റ് ഉള്ള സൈഡുകളുടെ റേഷ്യോ എടുക്കാം. ഏതൊക്കെയാണ്? ഇവിടെ 30ക്ക് ഓപ്പോസിറ്റ് എടുക്കുന്നത് AC ആണ്, ആ സൈഡിനെ നമ്മൾ B എന്നാണ് വിളിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ 30ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് Q1 എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ റേഷ്യോ എന്ത് വന്നു? B/Q എന്ന് വന്നു. ഇനി അടുത്ത ഈക്വൽ ഏതൊക്കെയാണ്? ഇവിടെ ഒരു 50 ഡിഗ്രി ഉണ്ട്, അതുപോലെ ഇവിടെയും ഒരു 50 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ഈ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് ഇവിടെ C ആണ്, ഇവിടെ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് R ആണ്. അപ്പോൾ അടുത്ത റേഷ്യോ എന്ത് എഴുതാം? C/R എന്ന് എഴുതാം. ഇനി തേർഡ് ആംഗിൾ ആയിട്ട് കിടക്കുന്നത് 100 ഡിഗ്രി ആണ്. ഇവിടെ 100 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് A ആണ്, അതുപോലെ ഇവിടെ 100 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് P ആണ്. അപ്പോൾ അവയുടെ റേഷ്യോ എങ്ങനെ എഴുതാം? നമുക്ക് A/P എന്ന് എഴുതാം. അപ്പോൾ ഈ മൂന്ന് ആംഗിൾസും സെയിം ആയതുകൊണ്ട് നമ്മൾ എഴുതിയ റേഷ്യോസും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? A/P ഈക്വൽ ടു B/Q ഈക്വൽ ടു C/R എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഈക്വൽ സെറ്റ് ഓഫ് ആംഗിൾസ് ആണെങ്കിൽ ആ ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകളുടെ റേഷ്യോയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ഓഫ് ടു സിമിലർ ട്രയാങ്കിൾസ് ആർ പ്രൊപ്പോർഷണൽ. അപ്പോൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഡിറ്റർമൈൻ റേഷ്യോ ഓഫ് ഇറ്റ് സൈഡ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന പോയിന്റ് എന്താണ്? ഏത് സെറ്റ് ഓഫ് ആംഗിൾസ് ആയിക്കോട്ടെ, ആംഗിൾ മാറുന്നതനുസരിച്ച് സൈഡുകളുടെ റേഷ്യോയ്ക്ക് വ്യത്യാസം വരും. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പക്ഷേ ഈ ഇങ്ങനെ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ രണ്ട് ട്രയാങ്കിൾസ് തരേണ്ടി വരും. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും കൂടി കമ്പയർ ചെയ്ത് മാത്രമേ നമുക്ക് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. സിമിലർ ട്രയാങ്കിളുടെ കൺസെപ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും മിനിമം നമുക്ക് രണ്ട് സിമിലർ ട്രയാങ്കിൾസ് വേണ്ടി വരും. അപ്പോൾ ഒരു ട്രയാങ്കിളിലെ സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അടുത്ത ട്രയാങ്കിളിലെ സൈഡ്സ് ഈ മെത്തേഡ് വഴി കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക്, ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ്. അപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോസിൽ നമ്മളൊരു ബാരിയർ വെക്കുന്നില്ല, ഇന്ന ടൈപ്പ് ഓഫ് ആംഗിൾ ആവണം എന്നൊരു ബാരിയർ നമ്മൾ വെക്കുന്നില്ല. ഏത് സെറ്റ് ഓഫ് ആംഗിൾ ആണെങ്കിലും സിംഗിൾ ആംഗിളെ തന്നിട്ടുള്ളൂ എങ്കിലും നമുക്ക് ഈ കൺസെപ്റ്റ് ഉപയോഗിച്ച് അറിയാത്ത ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാം. അപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോസിലെ മെയിൻ പ്രത്യേകത ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്, അതായത് ഒരു ആംഗിളെങ്കിലും 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിളിന് മാത്രമേ ഈ കൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ പൈതഗോറസ് തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ഈ റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹൈപ്പോടെന്യൂസ് എന്ന് വിളിക്കുക. അതേ കൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈപ്പോടെന്യൂസ്. ഇനി മറ്റ് രണ്ട് സൈഡുകളും കൂടി ഉണ്ട്. ആ സൈഡുകൾക്ക് പേര് വരുന്നത് നമ്മൾ ഏത് ആംഗിൾ കൺസിഡർ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ, ഇതിനെയാണ് നമ്മൾ എക്സ് എന്ന ആംഗിൾ ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുക. ഈ എക്സ് എന്ന ആംഗിൾ എന്ത് വാല്യൂവും ആയിക്കോട്ടെ, 0 to 90 ഏത് വാല്യൂ വേണമെങ്കിലും ഈ എക്സ് എന്ന ഡിഗ്രിക്ക് എടുക്കാം. അപ്പോൾ ഈ ആംഗിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ്
ഓപ്പോസിറ്റ് സൈഡ്. അതുപോലെ ആ ആംഗിളിനോട് ചേർന്ന് രണ്ട് സൈഡുകൾ ഉണ്ടാവും. ഒന്ന് നമ്മുടെ ഹൈപ്പോട്ടിന്യൂസ് ആയിരിക്കും, ഹൈപ്പോട്ടിന്യൂസ് അല്ലാതെ അതിനോട് ചേർന്ന് കിടക്കുന്ന സൈഡിനെയാണ് അഡ്ജസൻറ്റ് സൈഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് സൈഡുകളുടെയും റേഷ്യോ വെച്ചിട്ടാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ട്രിഗണോമെട്രിക് റേഷ്യോസ് അറിയണമെങ്കിൽ ആദ്യം ഈ മൂന്ന് സൈഡുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആംഗിൾ എവിടെ മാർക്ക് ചെയ്യുന്നു അതനുസരിച്ച് അഡ്ജസൻറ്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡിലും വ്യത്യാസം വരും. അപ്പോൾ നോക്കി, ഇപ്പോൾ ഓൾറെഡി ഇവിടെ ടോപ്പ് ആംഗിളിനെയാണ് എക്സ് എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ട്രിഗണോമെട്രിക് റേഷ്യോസും കാണാൻ പോവാണ്. ഫസ്റ്റ് ട്രിഗണോമെട്രിക് റേഷ്യോ എന്താണ്? സൈൻ എക്സ് അല്ലെങ്കിൽ സൈൻ ഓഫ് എക്സ് എന്ന് പറയാം. സൈൻ ഓഫ് എക്സിൻ്റെ ഫോർമുല എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഈ ട്രയാങ്കിൾ ഇപ്പോൾ പേര് കൊടുക്കുകയാണ് എ ബി സി എന്ന് പേര് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് ആണ് നമ്മുടെ ആംഗിള്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു എ ബി വരും ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം സ്റ്റാൻഡേർഡ് ബി സി ആണ് വരാം. അപ്പോൾ സൈൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ ട്രയാങ്കിളിൽ എ ബി ബൈ ബി സി ചെയ്യണം, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനി അടുത്ത ട്രിഗണോമെട്രിക് റേഷ്യോ ആണ് കൊസൈൻ ഓഫ് എക്സ്. കൊസൈൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഈ എക്സിനോട് ചേർന്ന് കിടക്കുന്ന രണ്ട് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ, അതായത് തൊട്ട് ഇപ്പുറത്ത് കിടക്കുന്ന അഡ്ജസൻറ്റ് സൈഡും ആ ട്രയാങ്കിളിൻ്റെ ഏറ്റവും വലിയ സൈഡായ ഹൈപ്പോട്ടന്യൂസും തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ എന്താ വരാം? ഈക്വൽ ടു എ സി ബൈ ബി സി. ഈ രണ്ട് റേഷ്യോസിൻ്റെ പ്രത്യേകത എന്താ? ഈ രണ്ട് റേഷ്യോസിലും ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത് ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ റേഷ്യോ ആണ് ടാൻജൻറ്റ് ഓഫ് എക്സ്. ഇപ്പോൾ ടാൻജൻറ്റ് നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടാൻജൻറ്റിനെ പറ്റി ഇനിയും പഠിക്കാനിരിക്കുന്നുണ്ട്. സർക്കിൾസിൻ്റെ കൺസെപ്റ്റിൽ വരുന്ന ഒരു പോർഷനാണ് ടാൻജൻറ്റ്. അപ്പോൾ ടാൻജൻറ്റ് ഓഫ് എക്സ് എന്നതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഈ രണ്ട് സൈഡുകളും തമ്മിലുള്ള റേഷ്യോ എടുക്കുക. ഈ റേഷ്യോയിൽ ഹൈപ്പോട്ടന്യൂസ് ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു എ ബി ബൈ അഡ്ജസൻറ്റ് സൈഡ് ഈക്വൽ ടു എ സി. അപ്പം നമുക്ക് ഈ മൂന്ന് ഫോർമുലകൾ നോക്കിയാലേ അറിയാം. ഈ ആദ്യത്തെ രണ്ട് ട്രിഗണോമെട്രിക് റേഷ്യോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മൂന്നാമത്തെ റേഷ്യോ കിട്ടും. എന്ത് ചെയ്താൽ മതി? സൈനും കോസൈനും തമ്മിൽ ഡിവൈഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ടാൻജൻറ്റ് കിട്ടും. അപ്പോൾ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കൊസൈൻ എക്സ് ചെയ്താലും നമുക്ക് ടാൻജൻറ്റ് ഓഫ് എക്സ് കിട്ടും. നോക്കിയേ, ഇവിടെ രണ്ട് ഫംഗ്ഷൻ്റെയും രണ്ട് റേഷ്യോൻ്റെയും ന്യൂമറേറ്ററുകൾ തമ്മിലാണ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ രണ്ട് ഫംഗ്ഷൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഡിനോമിനേറ്ററുകൾ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ടാൻജൻറ്റ് ഓഫ് എക്സിൻ്റെ ഫോർമുല ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഈ മൂന്ന് റേഷ്യോസ് വെച്ചിട്ടാണ് ഇനി നമ്മൾ ഈ പാഠത്തിലുള്ള എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മൂന്ന് ഫോർമുലാസ് നന്നായി ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്കിതിലെ കുറച്ച് സ്റ്റാൻഡേർഡ് സെറ്റ് ഈ കൺസെപ്റ്റ് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് മുമ്പ് നമ്മൾ കണ്ടത് തന്നെയാണ്. ഏതാണ്? 30, 60, 90. അപ്പം നമ്മൾ നേരത്തെ റേഷ്യോ പഠിച്ചു വെച്ചിട്ടുണ്ട്. 1:√3:2 എന്ന് നമുക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ റേഷ്യോ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതിൻ്റെ റേഷ്യോ 1 എന്ന് എടുത്തു, 60ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതിൻ്റെ √3 എന്ന് എടുത്തു, അതുപോലെ 90ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതിന് 2 എന്ന് എടുത്തു. ഇനി ഈ കൺസെപ്റ്റ് വെച്ച് നമ്മൾ സൈൻ, കോസ്, ടാൻ എഴുതാൻ പോവാം. അപ്പോൾ ഇവിടെ രണ്ട് ആംഗിൾസ് ഉണ്ട്, 90 ഡിഗ്രി അല്ലാതെ രണ്ട് ആംഗിൾസ് ഉണ്ട്, 30 ഉണ്ട് 60 ഉണ്ട്. അപ്പോൾ ഈ ട്രിഗണോമെട്രിക് റേഷ്യോസ് എല്ലാം തന്നെ 30 വെച്ചും നമുക്ക് ലിസ്റ്റ് ചെയ്യാം, 60 വെച്ചും നമുക്ക് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് 30 വെച്ച് എങ്ങനെ ലിസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സൈൻ 30. ഇപ്പോൾ സൈൻ 30 എന്ന് പറയുമ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് സൈഡിലുള്ള റേഷ്യോ എത്രയാണ്? 1 ആണ് തന്നിരിക്കുന്നത്. അതുപോലെ ഹൈപ്പോട്ടന്യൂസ് 2 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ സൈൻ 30 എന്തായിരിക്കും? 1/2 ആയിരിക്കും സൈൻ 30. ഇനി കോസ് 30 എന്തായിരിക്കും? 30നോട് ചേർന്ന് കിടക്കുന്ന സൈഡ്, അതായത് താഴത്തെ സൈഡ് √3, ഹൈപ്പോട്ടന്യൂസ് 2. അപ്പോൾ കോസ് 30 ഈക്വൽ ടു √3/2. ഇനി ടാൻ 30 എന്താണ്? ആദ്യത്തെ രണ്ട് വാല്യൂകളുടെയും ന്യൂമറേറ്ററുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്യാം, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ ഓപ്പോസിറ്റ് കിടക്കുന്നത് 1 ആണ്, അഡ്ജസൻറ്റ് കിടക്കുന്നത് √3 ആണ്. അപ്പോൾ ടാൻ 30 ഈക്വൽ ടു 1/√3. അപ്പോൾ 30 എന്ന ആംഗിളിൻ്റെ 3 ട്രിഗണോമെട്രിക് റേഷ്യോസും നമ്മൾ ഈ റേഷ്യോകളിൽ നിന്ന് എടുത്ത് എഴുതി. ഇതുപോലെ തന്നെ ഈ 60 ഡിഗ്രിയുടെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ്? സൈൻ 60 ഈക്വൽ ടു 60ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാ? താഴെ ഫോം ചെയ്തിരിക്കുന്ന സൈഡ്, അതായത് √3. ഹൈപ്പോട്ടന്യൂസിന് ചേഞ്ച് ഇല്ല, 2 തന്നെ വരും. അപ്പോൾ √3/2.
ഇനി അതുപോലെ തന്നെ എന്തുണ്ട്, cos 60. cos 60 എന്ന് പറയുമ്പോൾ 60ക്ക് അഡ്ജസെന്റ് കിടക്കുന്ന സൈഡ്. അഡ്ജസെന്റ് കിടക്കുന്ന സൈഡ് ഏതാ, 60നോട് ചേർന്ന് കിടക്കുന്ന സൈഡിന്റെ റേഷ്യോ, അതായത് 1, ഇവിടെ ഹൈപ്പോട്ടന്യൂസ് 2, അപ്പോൾ 1/2. ഇനി ഇതുപോലെ തന്നെ ടാനും കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഇതിന്റെ ന്യൂമറേറ്റർ തമ്മിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് എന്നുള്ള കൺസെപ്റ്റ് എടുക്കാം. അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് √3 ആണ്, അഡ്ജസെന്റ് 1 ആണ്. അപ്പോൾ √3/1, അതായത് ബൈ 1 എഴുതേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് tan 60 = √3. അപ്പോൾ നമ്മളിവിടെ രണ്ട് സെറ്റും എഴുതി, 60യുടെയും എഴുതി 30യുടെയും എഴുതി. ഈ രണ്ട് സെറ്റും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? എന്താ പ്രത്യേകത? sin 30യുടെ വാല്യൂ ആണ് cos 60ക്ക് വന്നിരിക്കുന്നത്, അതുപോലെ cos 30യുടെ വാല്യൂ ആണ് sin 60ക്ക് വന്നിരിക്കുന്നത്. ഇനി tan 30യും tan 60യും റെസിപ്രോക്കൽസ് ആണ്. tan 30യുടെ റെസിപ്രോക്കൽ ആണ് tan 60. അപ്പോൾ ഒരു റേഷ്യോ ബൈ ഹാർട്ട് ചെയ്താൽ ഈ കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അടുത്ത റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അതായത് sin 30യും cos 60യും സെയിം വാല്യൂ ആയിരിക്കും, 1/2. അതുപോലെ cos 30യും sin 60യും സെയിം വാല്യൂ ആയിരിക്കും, അതായത് √3/2. ഇനി tan 30യും tan 60യും റെസിപ്രോക്കൽ ടു ഈച്ച് അതർ ആയിരിക്കും. tan 30 1/√3, അതുപോലെ tan 60 √3. അപ്പോൾ ട്രിഗണോമെട്രിയുടെ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇനി ഇത് വെച്ച് ഒരു സെറ്റ് ഓഫ് ട്രയാങ്കിളും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. എന്താ ഇതിൻ്റെ പ്രത്യേകത? 45 45 90. ഇപ്പോൾ 45 45 എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഈ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആയതുകൊണ്ട് അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകൾ ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ റേഷ്യോ എന്താണ്? 1:1:√2. അപ്പോൾ 45ൻ്റെയും ട്രിഗണോമെട്രിക് റേഷ്യോസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. sin 45ൻ്റെ ഫോർമുല എന്താ? 45 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ 45ന് ഓപ്പോസിറ്റ് വരുന്നത് 1 ആണ്, ഹൈപ്പോട്ടന്യൂസ് വരുന്നത് √2 ആണ്. അപ്പോൾ sin 45 = 1/√2. ഇനി അതുപോലെ തന്നെ cos 45 എന്താ തന്നിരിക്കുന്നത്? 45ന് അഡ്ജസെൻ്റ് ആയിട്ട് കിടക്കുന്ന വാല്യൂ. 45ന് അഡ്ജസെൻ്റ് 1 ആണ്, ഹൈപ്പോട്ടന്യൂസ് √2 ആണ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ 1/√2. ഇനി tan 45 വരുമ്പോൾ എന്തായി? tan 45ൻ്റെ വാല്യൂ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻ്റ്. ഓപ്പോസിറ്റും 1 ആണ്, അഡ്ജസെൻറ്റും 1 ആണ്. അപ്പോൾ tan 45 = 1/1. ആൻസർ എത്ര വരും? 1 തന്നെ ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഈ റേഷ്യോസിൻ്റെ പ്രത്യേകത എന്താ? sin 45ഉം cos 45ഉം എന്ത് തന്നെയാണ്? 1/√2 തന്നെയാണ്. ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, കാരണം സൈനും കോസും സെയിം വാല്യൂ വന്നാൽ അതേത് ആംഗിളാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 45 ആണെന്ന് പറയാം. ഇപ്പോൾ 0 തൊട്ട് 90 ഡിഗ്രി വരെയുള്ള ആംഗിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സൈനും കോസും സെയിം വരുന്ന ഒരേ ഒരു ആംഗിളേ ഉള്ളൂ, അതാണ് 45 ഡിഗ്രി. അപ്പോൾ sin 45ഉം 1/√2 തന്നെയാണ്, cos 45ഉം 1/√2 തന്നെയാണ്. ഇനി അതിൻ്റെ tan വാല്യൂ എത്ര തന്നിരിക്കുന്നത്? tan 45 = 1 തന്നിരിക്കുന്നത്. അപ്പോൾ ടാൻജൻറ്റ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്, ഇങ്ങനൊരു ലൈൻ വരയ്ക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിന് സ്ലാൻഡിങ് ആയിട്ട് കടന്നു പോകുന്ന ഇങ്ങനെ ഒരു ലൈനായിരിക്കും ഇവിടെ 45 വരുന്നത്. അപ്പോൾ 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ച അതിൻ്റെ പ്രത്യേകത എന്താ? ഇതിങ്ങനെ ശരിക്കും ഒരു സ്ലോപ്പായിട്ട് ഇങ്ങനെ കടന്നു പോവാണ്, ചെരിഞ്ഞ് ഇൻക്ലൈൻഡ് ആയിട്ട് എക്സാക്ട്ലി മുറിക്കുന്ന പോലെ. ഈ 0 to 90 ഡിഗ്രീനെ എക്സാക്ട്ലി 2/2 ആയിട്ട് മുറിക്കുന്ന പോലെയാണ് ഈ ലൈൻ കടന്നു പോകുന്നത്. അപ്പോൾ ടാൻജൻറ്റ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥാക്കുന്നത് ഈ ലൈനിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ ഇത് എക്സാക്ട്ലി മുറിക്കുന്നതുകൊണ്ട് ഈ ലൈനിൻ്റെ സ്ലോപ്പിന് നമുക്ക് വേണമെങ്കിൽ ഇതെടുക്കാം, 1 എന്നെടുക്കാം. അതുകൊണ്ടാണ് ഇവിടെ tan 45 വാല്യൂ 1 ആയിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ 10th മാത്സ് പ്രോബ്ലംസ് വെച്ച് നോക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സൈനും കോസും ടാനും മാത്രം അറിഞ്ഞിരുന്നാൽ മതി, സ്ലോപ്പ് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 3 വാല്യൂസും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. സൈനും കോസും ഈക്വൽ വാല്യൂ വരാണെങ്കിൽ അവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ടാൻജൻറ്റ് tan വാല്യൂ 1 വരാണെങ്കിൽ അവിടുത്തെ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ട്രിഗണോമെട്രിക് റേഷ്യോസിലെ മെയിൻ കൺസെപ്റ്റുകൾ. അപ്പോൾ ഈ കൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ട്രിഗണോമെട്രിക് റേഷ്യോ വെച്ച് എങ്ങനെ പ്രോബ്ലം ചെയ്യണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്ര നേരം കണ്ടതുപോലെയല്ല, കോമൺ സെറ്റ് ഓഫ് ആംഗിൾസ് ഇതിൽ വരില്ല, സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ആംഗിൾസ് വരില്ല. ആംഗിൾസിൻ്റെ വാല്യൂ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഒന്നെങ്കിൽ ടേബിളിൻ്റെ ഒരു ചെറിയ ഫോം തന്നിട്ടുണ്ടാവും, അതായത് നിങ്ങൾക്ക് സൈൻ കോസ് ടാൻ വാല്യൂസ് അറിയണമല്ലോ, അതിന് വേണ്ടി. ഇല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ സൈഡിൽ അവർ നോട്ട് ചെയ്ത് തന്നിട്ടുണ്ടാവും, സൈൻ വാല്യൂ ഇത്രയാണ് ഇന്ന ആംഗിളിൽ. അപ്പോൾ സൈൻ 80 ഡിഗ്രി ആണെങ്കിൽ സൈൻ 80 ഇത്രയാണ്, കോസ് 80 ഇത്രയാണെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ തന്നിരിക്കുന്നത്?
sides of a rhombus are 5 centimeter long and one of its angle is 100 degree. അപ്പോൾ ഒരു റോംബസ് തന്നിട്ടുണ്ട്. റോംബസിന്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡുകളും ഈക്വൽ ആയിട്ടുള്ള ഒരു പാരലോഗ്രാം, അതിനെയാണ് നമ്മൾ റോംബസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റോംബസിന്റെ മെയിൻ ഇവിടെ താഴത്തെ വാല്യൂ 5 സെന്റിമീറ്റർ ആണെങ്കിൽ റോംബസിന്റെ എല്ലാ സൈഡുകളും 5 സെന്റിമീറ്റർ ആയിരിക്കും. പിന്നെ ഓപ്പോസിറ്റ് സൈഡുകൾ പാരലൽ ആയിരിക്കും. മുകളിലത്തെ സൈഡും താഴത്തെ സൈഡും പാരലൽ ആയിരിക്കും. അതുപോലെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പാരലൽ ആയിരിക്കും. അപ്പം ഇങ്ങനത്തെ ഒരു ഫിഗർ ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. സൈഡ്സ് ഓഫ് എ റോംബസ് ആർ 5 സെന്റിമീറ്റർ ലോങ് ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ആംഗിൾ ഇസ് 100 ഡിഗ്രി. അപ്പം ഈ ആംഗിൾ 100 ഡിഗ്രി ആണ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ തന്നിരിക്കുന്നത്? കമ്പ്യൂട്ട് ഇറ്റ്സ് ഏരിയ. അപ്പോൾ റോംബസ് പാരലോഗ്രാമിൻ്റെ ഒരു കാറ്റഗറി ആയതുകൊണ്ട് തന്നെ നമുക്ക് പാരലോഗ്രാമിൻ്റെ ഏരിയയുടെ ഫോർമുല റോംബസിനും അപ്ലൈ ചെയ്യാൻ പറ്റും. പാരലോഗ്രാമിൻ്റെ ഏരിയയുടെ ഫോർമുല എന്താ? ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഏരിയയുടെ ഫോർമുല. പക്ഷെ നമ്മളിവിടെ നോക്കുമ്പോൾ ബേസ് നമുക്ക് ഏത് സൈഡ് വേണമെങ്കിലും എടുക്കാം, എല്ലാ സൈഡുകളും ഈക്വൽ ആണല്ലോ. പക്ഷെ നമ്മുടെ കയ്യിൽ ഹൈറ്റ് ഇല്ല. അപ്പോൾ ഹൈറ്റ് വേണമെങ്കിൽ ഹൈറ്റ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ഹൈറ്റ് പ്ലോട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ സൈഡിനെയാണ് നമ്മൾ ഹൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വാല്യൂ ആണ് ഹൈറ്റ്. അപ്പോൾ ബേസ് നമുക്ക് 5 അറിയാം. ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാതെ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾക്ക് ട്രിഗണോമെട്രിക് റേഷ്യോസ് യൂസ് ചെയ്യേണ്ടി വരും. എങ്ങനെ യൂസ് ചെയ്യാം? ഈ തന്നിരിക്കുന്ന റോംബസിൽ ഒരു 90 ഡിഗ്രി ഇല്ല. അപ്പോൾ റോംബസിൽ എവിടെയും ട്രിഗണോമെട്രിക് റേഷ്യോ അപ്ലിക്കബിൾ അല്ല. അപ്പോൾ 90 ഡിഗ്രി വരുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മൾ പ്ലോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഹൈറ്റ് വരച്ചിരിക്കുന്നത്. ഹൈറ്റ് പെർപെൻഡിക്കുലർ ടു ബേസ് ആയതുകൊണ്ട് ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ചെറിയ ട്രയാംഗിൾ എന്ത് ട്രയാംഗിളാണ്? റൈറ്റ് ആംഗിൾ ട്രയാംഗിളാണ്. അപ്പോൾ ഈ ചെറിയ ട്രയാംഗിളിൽ നമുക്ക് ട്രിഗണോമെട്രിയുടെ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. പിന്നത്തെ കാര്യം വരുന്നത്, ഇപ്പോൾ ഈ ട്രയാംഗിളിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ട്രിഗണോമെട്രിക് റേഷ്യോ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഏതെങ്കിലും ഒരു സൈഡിൻ്റെ ഏതെങ്കിലും ഒരു ആംഗിളിൻ്റെ വാല്യൂ കൂടി നമുക്കറിയണം. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാതെ നമുക്ക് ഫർദർ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 100 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇവിടെ വരച്ചിരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ലീനിയർ പെയറിൻ്റെ കൺസെപ്റ്റ് നമുക്കിവിടെ യൂസ് ചെയ്യാം. ലീനിയർ പെയർ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ലൈനിനെ ഒരു ആംഗിൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ആംഗിളുകളുടെയും സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ ഇവിടെ 100 ആണെങ്കിൽ ഇപ്പോഴത്തെ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് 100. 180 മൈനസ് 100 എന്ന് പറയുമ്പോൾ എത്ര വരും? 80 ഡിഗ്രി വരും. അപ്പോൾ ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കിട്ടി. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളായി, ഒരു ആംഗിൾ 80 ഡിഗ്രി ആണ്. ഇനി ഈ സൈഡ് ഇതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് വരും. ആ സൈഡിൻ്റെ അളവ് നമുക്കറിയാം 5 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യം വെച്ച് ഇതിൽ നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഉപയോഗിച്ച് ഇതിൻ്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നോക്കിയേ, ഇതാണ് ഹൈറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഈ ചെറിയ ട്രയാംഗിളിനെ APB എന്ന് പേര് കൊടുത്തിരിക്കുന്നു. പിയുടെ പോർഷനിൽ എന്താണ്? 90 ഡിഗ്രിയാണ് വന്നിരിക്കുന്നത്. ബിയുടെ ആംഗിളായിട്ട് വന്നിരിക്കുന്നത് 80 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹൈറ്റ് വരുന്ന ഇക്വേഷൻ ഏതാ? ഈ 80ക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഹൈറ്റ് എന്ന സൈഡ് കിടക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ഫോർമുല വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. നമ്മുടെ കയ്യിൽ സൈനിൻ്റെ ഫോർമുലയുണ്ട്, കോസ് ഫോർമുലയുണ്ട്, ടാൻജൻറ്റ് ഫോർമുലയുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ആദ്യം വരുന്ന ഫോർമുല സൈനിൻ്റെ ഫോർമുലയാണ്. അപ്പം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തു? sin 80 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ sin 80 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ sin 80യുടെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഈ ഫിഗർ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് AP ആണ്. അപ്പോൾ AP ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഈ സൈഡിൽ വരുന്ന സൈഡ് AB ആണ്. അപ്പോൾ sin 80 ഈക്വൽ ടു AP ബൈ AB. ഇതിൽ ABയുടെ വാല്യൂ അവർ തന്നിട്ടുണ്ട് ഓൾറെഡി 5 സെൻറ്റിമീറ്റർ എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? sin 80 ഈക്വൽ ടു AP ബൈ 5 എന്ന് എഴുതാം. ഇനി നമുക്ക് എന്താ വേണ്ടത്? APയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? APനെ ഇവിടെ നിർത്തിയിട്ട് താഴെയുള്ള ABയുടെ വാല്യൂവിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ഇവിടെ ഡിവിഷൻ ആയതുകൊണ്ട് ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അപ്പോൾ AP ഈക്വൽ ടു AB ഇൻറ്റു sin 80. അപ്പോൾ AB നമുക്കറിയാം 5. sin 80യുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ sin 80യുടെ വാല്യൂ എത്രയാണ്? 0.98 ആണ്. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ടാൻജൻറ്റ്, സൈൻ, കോസ് എല്ലാ റേഷ്യൂസിൻ്റെയും വാല്യൂ അവർ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആംഗിൾസിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ എന്തായാലും അവർ തന്നിട്ടുണ്ടാവും. അപ്പോൾ sin 80യുടെ വാല്യൂ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 0.98. അപ്പോൾ 5 ഇൻറ്റു 0.98 എത്ര വന്നു?
4.9 നമുക്ക് ആൻസറായിട്ട് വന്നു. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ഈ ഹൈറ്റ് 4.9 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഹൈറ്റ് അറിയാം. ഇനി നമുക്ക് എന്തായാലും ഈസി ആയിട്ട് ഏരിയയുടെ ഫോർമുല യൂസ് ചെയ്യാം. എന്താ ഫോർമുല? ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ബേസ് നമ്മുടെ 5 ആണ്, അതുപോലെ ഹൈറ്റ് 4.9 ആണ്. അപ്പോൾ 5 ഇൻറ്റു 4.9 ആൻസർ എത്ര വന്നു? 24.5 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പം ഇങ്ങനെയാണ് ട്രിഗണോമെട്രിക് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാം. തന്നിരിക്കുന്ന ഫിഗറിൽ ഡയറക്റ്റ് ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ഈ കേസിലാണെങ്കിൽ റോംബസ് ആണ് തന്നിരുന്നത്. അതിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ട്രിഗണോമെട്രിക് റേഷ്യോ ഉപയോഗിച്ച് ഏത് ലെങ്ത് ആണോ വേണ്ടത് ആ ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം ഏരിയയുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവരാവശ്യപ്പെട്ടിരിക്കുന്ന ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ക്ലിയർ അല്ലേ ഈ പ്രോബ്ലം? ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. ഇതേ കൺസെപ്റ്റ് വരുന്ന ഒരു പ്രോബ്ലം കൂടി നോക്കാം. ആംഗിൾസ് ഓഫ് 50 degree and 65 degree are drawn at the ends of a 5 centimeter long line to make a triangle. അതായത് 5 centimeter നീളമുള്ള ഒരു ലൈൻ ഉണ്ട്. അപ്പോൾ ഈ ലൈനിൻ്റെ രണ്ടറ്റത്തു നിന്നും രണ്ട് ആംഗിളുകൾ മാർക്ക് ചെയ്തിരിക്കുകയാണ്. എത്രയൊക്കെയാണ്? 50 ഡിഗ്രിയും 65 ഡിഗ്രിയും. ഒരു സൈഡ് 50 ഡിഗ്രിയാണ്, അടുത്ത സൈഡ് 65 ഡിഗ്രിയാണ്. നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ബേസും വേണം ഹൈറ്റും വേണം. ഈ രണ്ട് കാര്യമില്ലാതെ നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഏരിയയുടെ ഫോർമുല എന്താണ്? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു ഹൈറ്റ്. ഇതാണ് ഏരിയയുടെ ഫോർമുല. അപ്പോൾ ബേസും കണ്ടുപിടിക്കണം, ഹൈറ്റും കണ്ടുപിടിക്കണം. നമുക്കറിയാവുന്ന ആകപ്പാട് ഒരു വാല്യൂ, താഴത്തെ അളവ് 5 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം. രണ്ട് ആംഗിളുകൾ 50 ഡിഗ്രിയും 65 ഡിഗ്രിയാണെന്ന് അറിയാം. ട്രിഗണോമെട്രി യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു 90 ഡിഗ്രി വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വേണം. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യാണ്. അപ്പം നമുക്കിവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടാൻ വേണ്ടി ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു, ഇവിടെ 90 ഡിഗ്രി വരുന്ന രീതിയിൽ. അപ്പം നമുക്കറിയാം ഈ അളവ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലെങ്ത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഹൈറ്റായി. പക്ഷെ നമുക്ക് എന്ത് കിട്ടണം? ഇപ്പുറത്തെ സൈഡിലെ ബേസ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ നോക്കാം, രണ്ട് ആംഗിളുകൾ നമ്മൾ തന്നിട്ടുണ്ട്, 50, 65. അപ്പോൾ ഈ തേർഡ് ആംഗിൾ എത്രയാണെന്ന് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. ട്രയാങ്കിളിന് എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തേർഡ് ആംഗിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഇത് 50, 65 രണ്ടും ആഡ് ചെയ്യുമ്പോൾ എത്രയായി? 50 + 65 ആഡ് ചെയ്യുമ്പോൾ എത്രയായി? 159. ഇനി നമുക്കറിയാം ട്രയാങ്കിളിലെ സം ഓഫ് ആംഗിൾസ് എപ്പോഴും എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ തേർഡ് ആംഗിൾ എത്രയായിരിക്കും? 180 - 150. 180 - 150 എന്ന് പറയുമ്പോൾ എത്ര വരും? ആൻസർ 65 ഡിഗ്രി വരും അല്ലേ? അപ്പോൾ ഇവിടെ 65 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെ കിട്ടി? 65 ഡിഗ്രി തന്നെ കിട്ടി. അപ്പോൾ നോക്കിയേ, ഈ ട്രയാങ്കിളുടെ പ്രത്യേകത എന്താ? ഈ ആംഗിളും 65 ഡിഗ്രി, താഴത്തെ ആംഗിളും 65 ഡിഗ്രി. രണ്ട് ആംഗിൾസ് സെയിം വന്നാൽ ഓട്ടോമാറ്റിക്കലി ആ രണ്ട് സൈഡുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ താഴെ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇപ്പോഴത്തെ സൈഡ് എന്ത് തന്നെയായിരിക്കും? 5 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ ഹൈറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ബേസ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ബി നമുക്ക് കിട്ടി, വാല്യൂ 5 എന്ന് കിട്ടി. ഇനി ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ ട്രിഗണോമെട്രിക് റേഷ്യോസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ നോക്കി നേരത്തെ പറഞ്ഞ പോലെ ഇത് 50 ഡിഗ്രി 65 ഡിഗ്രി ഇതും കാൽക്കുലേറ്റ് ചെയ്തെടുത്തപ്പോൾ 65 ഡിഗ്രി തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇവിടെയും 5 സെൻറ്റിമീറ്റർ. കാരണം ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇനി ഈ ചെറിയ ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ADC. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ 90 ഡിഗ്രിയാണ്, ഇത് 50 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വാല്യൂ ആണ്, അതായത് CD എന്ന ഹൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ CD കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് CD കിടക്കുന്നത്. അതുപോലെ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം, കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും വരുന്ന ഫോർമുല വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഓപ്പോസിറ്റും ഹൈപ്പോട്ടന്യൂസും വരുന്ന ഫോർമുല എന്താണ്?
സൈനാണ് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടിന്യൂസും വരുന്ന ഫോർമുല. അപ്പം നമ്മളിവിടെ സൈനിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നു. എന്താണ്? സൈൻ 50 ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് സി ഡി, ഹൈപ്പോട്ടിന്യൂസ് ബി സി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന സൈൻ 50 ഈക്വൽ ടു സി ഡി ബൈ ബി സി. ഇതിൽ സി ഡിയുടെ വാല്യൂ നമുക്കറിയില്ല, അപ്പോൾ അതുകൊണ്ട് സി ഡിനെ നമ്മൾ അങ്ങനെ തന്നെ കൊടുത്തു. ഇനി ബി സി ഹൈപ്പോട്ടിന്യൂസ് വാല്യൂ നമുക്കറിയാം, എത്രയാണ്? 5 ആണ് ഹൈപ്പോട്ടിന്യൂസിൻ്റെ വാല്യൂ. ഇനി ഈ 5നെ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. 5 ഇവിടെ ഡിനോമിനേറ്ററിലായതുകൊണ്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ന്യൂമറേറ്ററിലേക്ക് വരും. അപ്പോൾ സി ഡി ഈക്വൽ ടു 5 ഇൻറ്റു സൈൻ 50. സൈൻ 50യുടെ വാല്യൂ ചോദ്യത്തിൽ അവർ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സി ഡി ഈക്വൽ ടു 5 ഇൻറ്റു 0.766. കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ സി ഡി ഈക്വൽ ടു 3.83 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് കിട്ടി? 3.83. അപ്പോൾ ഹൈറ്റ് അറിയാം നമുക്ക്, ബേസ് അറിയാം നമുക്ക്. ഇനി ട്രയാങ്കിളുടെ ഏരിയയുടെ ഫോർമുലയിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ബേസ് 5 ആണ്, ഹൈറ്റ് 3.83 ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ എത്ര വന്നു? 9.57 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്ന ട്രയാങ്കിളുടെ ഏരിയ എന്ന് കിട്ടി. ക്ലിയർ അല്ലേ?